ഗൈസ് വെൽക്കം ബാക്ക്. നിങ്ങൾ ബംഗാളി സിസ്റ്റേഴ്സിൻ്റെ കേക്ക് കട്ടിങ് ആയിരുന്നു. അപ്പോൾ കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു സിസ്റ്റേഴ്സൊക്കെ വരുന്നതിന് പിന്നെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സിസ്റ്റേഴ്സൊക്കെ ഒന്ന് കേക്ക് കണ്ട് ഭയങ്കര സർപ്രൈസ് ആയിട്ടു. പിന്നെ എല്ലാവരും ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് അപ്പോഴത്തേക്ക് അതിഥി അവിടെ നിന്ന് ഭയങ്കര ക്യൂട്ട്നെസ് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ചേർന്നിരുന്ന പാട്ടും ഡാൻസും ഓരോ പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. ആദ്യം ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ ഡാൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ വിദ്യാക്ക് ഒരു പാട്ട് പാടി. പിന്നെ അതിഥി ചക്രവർത്തിയുടെ ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അനശ്വര പാട്ടുപാടി. പിന്നെ നമ്മുടെ ശ്രീയും ലിമയും കൂടി ഒരു സ്പോട്ട് കുറി ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അനീഷ മോൻ്റെ മാസ്റ്റർ പീസ് സോങ് ഒക്കെ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ടൊന്നും പാടാറിയാത്ത എന്നെ കയറ്റി നിർത്തി എല്ലാവരും പാട്ടൊക്കെ പഠിച്ചിട്ട് എല്ലാവരും ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഭാഷയൊന്നും മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫാക്കി വെച്ചിട്ട് ഭയങ്കര ഡാൻസും പാട്ടും DJ ഒക്കെ ആയിരുന്നു കേട്ടോ. ലൈറ്റും സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഫോണിൻ്റെ ഫ്ലാഷൊക്കെ ഓണാക്കി വെച്ചിട്ട് എൻജോയ് ചെയ്തിട്ട് എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ ചേച്ചിമാരായിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഇവർ കുറേ അഡ്വൈസ് ഒക്കെ ഞങ്ങൾക്ക് തന്നു കേട്ടോ. സ്റ്റഡി അവറിൽ ഇരുന്ന് പഠിച്ചോളണം, ഫോണൊക്കെ സബ്മിറ്റ് ചെയ്തോളണം, അവർ പോയാൽ ഇതൊന്നും മറക്കരുതെന്നാട്ടോ പറഞ്ഞത്. കാരണം ഇവരായിരുന്നു സ്റ്റഡി അവറൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ വന്നുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ കുറേ വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അന്നൊന്നും ഒരിക്കലും സൈലൻ്റ് ആയിട്ട് ഇരിക്കാത്തതിന് ഇഷ്ടംപോലെ വഴക്ക് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് വിഷസ് ഡിയർ സിസ്റ്റേഴ്സ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ ഗൈസ്.